ഗൈസ് ആക്ച്വലി നിങ്ങൾക്ക് യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തൗസൻഡ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സിന് ഗെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആയിരക്കണക്കിന് അല്ല 10,000 വ്യൂസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഷോർട്സ് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സിൽ ഏറ്റവും പുതിയ ഫീച്ചറാണ് ഷോർട്സ് എന്ന് പറയുന്നത്. കുറച്ച് നാളായി ഇപ്പൊ അതിനോടൊപ്പം തന്നെ ഷോർട്സിൽ മോണിറ്റൈസേഷൻ കൂടെ കൊണ്ടുവന്നതോടുകൂടെ ഒരുപാട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് കുത്തനെ കൂടിയുണ്ട്. അതേപോലെ തന്നെ ഷോർട്സിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന എൻറ്റയർലി ഡിഫറെന്റ് രീതിക്കാണ്. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരുപാട് വ്യൂസ് കിട്ടാനും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാനും ഷോർട്സ് വഴി സാധിക്കും. നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുള്ള കുറച്ച് മിസ്റ്റേക്കാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, നിങ്ങൾക്ക് സീഡ് ഓഡിയൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് സാധാരണ നോർമൽ വീഡിയോസ് വർക്ക് ചെയ്യുന്ന പോലെയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ സാധാരണ നോർമൽ വീഡിയോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തംബ്നെയിൽ നോക്കി ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആൾക്കാർ സജഷൻ ആയിട്ട് വന്നിട്ട് ക്ലിക്ക് ചെയ്യാം, ബ്രൗസ് ഫീച്ചർ ആയിട്ട് വന്നിട്ട് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ പല രീതിക്ക് നമുക്ക് അതിന്റെ വ്യൂസ് കൂട്ടാം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാം. പക്ഷെ ഷോർട്സിൽ നിങ്ങളുടെ വ്യൂസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഭൂരിഭാഗം വരിക. കാരണം ഫീഡ് അല്ലേ, നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നിന്നത് കാണും. അതിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ആ ഒരു ഫീഡിലൂടെ പോയിട്ട് നമ്മൾ കാണാന്ന് പറയുന്നത്. സോ യൂട്യൂബാണ് ഭൂരിഭാഗം എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഷോർട്ട് ഫീഡിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങാന്നുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് ആദ്യം എത്തിക്കുന്നത് സീഡ് ഓഡിയൻസിലേക്കായിരിക്കും. ആ സീഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. അതാണ് നിങ്ങളുടെ വീഡിയോസിലേക്ക് ഫസ്റ്റ് ഒന്ന് റീച്ച് കയറാത്തത്. പിന്നെ കുറച്ച് റീച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീച്ച് പെട്ടെന്ന് നിൽക്കുന്നതിന് കാരണം ഈ സീഡ് ഓഡിയൻസ് ആണ്. എന്താ ഈ സീഡ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് റാൻഡമിലി സെലക്ട് ചെയ്ത് തരുന്ന കുറച്ച് ഓഡിയൻസ്, അതാണ് എന്ത് സീഡ് ഓഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. യൂട്യൂബ് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബായിട്ട് തരുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ യൂട്യൂബ് കുറച്ച് ഓഡിയൻസിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും, അവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കും, അത് കാണുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആയിരിക്കില്ല. ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടാണോ നിർമ്മിച്ചത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ വീഡിയോ എത്തുന്നത് യൂട്യൂബിൽ കണ്ടന്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തവരിലേക്കാണെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അതാണ് ഈ സീഡ് ഓഡിയൻസും ടാർഗറ്റഡ് ഓഡിയൻസും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ സീഡ് ഓഡിയൻസും ടാർഗറ്റഡ് ഓഡിയൻസും സെയിം ആണെങ്കിൽ ദാറ്റ് ഇസ് എ ജാക്ക് പോട്ട് ഗൈസ്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്കാണ് കറക്റ്റ് നിങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ വീഡിയോ കാണും. ആൾക്കാർ ആ വീഡിയോ ഇരുന്ന് കാണുക മാത്രമല്ല, അത് ചിലപ്പോൾ അതിൽ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, മേ ബി അതെല്ലാം ഒരു ബോണസ് ആണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ കൂടുതലായിട്ട് റീച്ചിലേക്ക് എത്തും എന്നുള്ളതാണ്. സോ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്യൂർലി ലെക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ പയ്യെ ചാനൽ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാന്ന് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നിങ്ങളുടെ സീഡ് ഓഡിയൻസ് ആയിട്ട് പിന്നീട് വരിക എന്നുള്ളതുമാണ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്ന ഷോർട്ട് വീഡിയോ നിങ്ങൾ എത്ര സെക്കൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ചിലർ പറയും 15 സെക്കൻഡാണ് ഏറ്റവും കിടിലം എന്നുള്ളത്, ചിലർ പറയും 60 സെക്കൻഡ് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത്, ചിലർ പറയും 30 സെക്കൻഡാണ് ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് എന്നുള്ളത്. ബട്ട് ആക്ച്വലി അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ആ ഒരു വീഡിയോ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിന്റെ സമയത്തിന്റെ ഒരു പ്രാധാന്യം. ഒരു 10 സെക്കൻഡ് കൊണ്ട് പറയേണ്ട കാര്യം 10 മിനിറ്റിലേക്ക് വലിച്ചു നീട്ടിയിട്ട് അല്ലെങ്കിൽ 1 മിനിറ്റിലേക്ക് വലിച്ചു നീട്ടിയിട്ട് യാതൊരു കാര്യമില്ല. സോ നിങ്ങൾ പറയേണ്ട സാധനം ക്രിസ്പാക്കി പറയാം. ചിലപ്പോൾ മേ ബി ഒരൊറ്റ ഫാക്റ്റ് ഉണ്ടാവും, ഒരൊറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. ചിലർക്ക് അത് 1 മിനിറ്റ് ദൈർഘ്യമുള്ള രീതിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നടത്തിയിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അത് അവരുടെ കഴിവാണ്. സോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ആ വീഡിയോ എത്രത്തോളം എൻഗേജിംഗ് ആയി ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 5 സെക്കൻഡ് റൂൾ എന്നാ പറയാം. ഏതൊരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്ന ആൾ അനുവദിച്ചു തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ്. ആ ഒരു 5 സെക്കൻഡിനുള്ളിൽ ആളെ പിടിച്ചിരുത്തുന്ന രീതിക്ക് നിങ്ങൾക്ക് ആ വീഡിയോ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ എവിടെയും എത്താൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് 5 സെക്കൻഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ആ ഒരു 5 സെക്കൻഡ് വിട്ടിട്ട് വേറെ കളിയില്ല എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോവുക. ആ ഒരു 5 സെക്കൻഡിൽ ആളെ പിടിച്ചിരുത്താൻ പറ്റി കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള വീഡിയോ എൻഗേജിംഗ് ആണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം സമയം ആ വീഡിയോ കാണാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്തത് ഏത് സമയത്ത് നിങ്ങൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം, യൂട്യൂബ് ഷോർട്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൂടെ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് ഷോർട്സ് ഇന്നത്തെ നമ്മുടെ സമയം അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും അധികം നല്ലത് എന്ന് പറയുന്നത് ഈവനിങ്ങും അല്ലെങ്കിൽ മോർണിംഗും ആണ്. സാധാരണ നിങ്ങളുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുക. കാരണം നിങ്ങൾ അത്യാവശ്യം ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർ ഫ്രീ ആവുന്ന ടൈം അപ്പോഴാണ് ഈവനിങ്. സോ നിങ്ങൾ 6 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മണി ടു 10 മണി വരെയുള്ള ഒരു സമയം ഇവർ ഫ്രീ ആവുന്ന സമയം. സോ അവരിലേക്ക് കൂടുതൽ സജഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാത്രി കിടന്നുറങ്ങാൻ രാവിലെ കുറച്ച് സമയവും ഈ ഒരു വ്യൂസ് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള. സോ ഒബിയസ്ലി ഈവനിങ് ആൻഡ് മോർണിംഗ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 to 7 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു ഗൈസ്. അത് നിങ്ങൾക്ക് റീച്ച് കൂടാനായിട്ട് അല്ലെങ്കിൽ വ്യൂസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു. സോ
ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ ഒരു 7 വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബിന്റെ ഷോർട്സിനെ പറ്റിയിട്ട്. യൂട്യൂബിൽ വീഡിയോസ് എങ്ങനെ യൂട്യൂബിൽ സക്സസ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 7 വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് വീഡിയോ ഇട്ടു, ഹൗ ടു ബി സക്സസ്ഫുൾ ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് താഴത്തെ ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്തു, ആദ്യം ബ്രോ സക്സസ് ആകുമെന്ന്. അപ്പൊ ഞാനൊന്ന് ആലോചിച്ചു, ശരിയാണല്ലോ, ഇതിൽ ഇനി ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ട് വീഡിയോ ചെയ്താൽ പറയും. പിന്നെ ഞാൻ കരുതി ഇല്ല, നമുക്ക് ഈ 7 വീഡിയോ ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെക്കാം, എന്നിട്ട് നമുക്ക് സാധാരണ ജെന്യൂൻ ആയിട്ട് ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്ന് കരുതി. കാരണം നമുക്ക് ഇതിൽ റഷ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ചാനൽസ് റൺ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിന്ന് മനസ്സിലാക്കിയുള്ള കാര്യങ്ങളും മറ്റു പലരും അനലൈസ് ചെയ്തിട്ട് കിട്ടിയുള്ള ഡാറ്റാസും കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. സോ പറയുമ്പോൾ ഇടയിൽ കുറെ കാര്യങ്ങൾ വിട്ടുപോവാം, മിസ്സാവാം. കാരണം ഞാനിത് മാക്സിമം ലെങ്ത് കുറച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു സാധനം. ഇപ്പൊ യൂട്യൂബ് ഷോർട്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ എത്രയ്ക്കുക, ഏതൊക്കെ ടൈമിൽ നമുക്ക് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ എത്ര സെക്കൻഡ്സ് യൂട്യൂബ് ഷോർട്സ് വെക്കണം, എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ് നെഗറ്റീവ് ആയിട്ട് അത് പറയാൻ വെച്ചാൽ കുറെ ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയാൻ തരുന്നത്. അത് നിങ്ങൾക്ക് പലയിടത്തും റെഫർ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു കഴിവ് വെച്ചിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പിൽ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ള, അല്ലെങ്കിൽ അതിനെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സാധനം ചെയ്യും. പിന്നെ വന്നതിന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെ ഒരു ഇന്ത്യ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ വ്യൂസ് കൂടുതലായിട്ട് ഗെയിൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. പിന്നെ എന്താണ് സീഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ യൂട്യൂബ് ഷോർട്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അൽഗോരിതം, അതാണ് ഈ സീഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് പറയണമെന്ന്. സോ ഇതൊക്കെയാ ഈ വീഡിയോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ് കരുതുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് മനസ്സിലായില്ല. ചിലരൊക്കെ പറയും യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം. സി അങ്ങനെ ഓരോ തവണ അപ്ലോഡ് ചെയ്യുമ്പോൾ സീഡ് ഓഡിയൻസ് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കറക്റ്റ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസും സീഡ് ഓഡിയൻസും സെയിം ആവും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. ബട്ട് അതിലൊരു കഥയില്ല, കാരണം അത് ആക്ച്വലി സ്പാം ചെയ്യുന്ന പോലെ. അത് നിങ്ങളുടെ ചാനലിനെ പോസിറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്യുക. ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്തൊക്കെയുണ്ട്. 2-3 ചാനൽ ഡിഫറെന്റ് ആയിട്ടുള്ള സെയിം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൽഗോരിതം ചർച്ച ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഈ മാറ്റം വരുന്ന കാരണം എന്തൊക്കെയാണെന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. അത് ലോങ് വീഡിയോസിനെ പറ്റിയിട്ട് ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ കുറെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജെന്യുവൻലി ഞാൻ പറയാം, നിങ്ങൾ കണ്ട ചവറ് പോലെ വീഡിയോസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ക്വാളിറ്റിയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എണ്ണം ഡെഫിനറ്റ്ലി എണ്ണം മാറ്റേഴ്സ് ആണ്. എന്നിരുന്നാൽ കൂടിയും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് പെർട്ടിക്കുലർ സീഡ് ഓഡിയൻസ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസും പ്രോപ്പറായിട്ട് ഇരിക്കും. അങ്ങനെ ബാക്കിയുള്ള വീഡിയോസൂടെ ആ ടൈമിൽ റീച്ച് ആയിക്കോളും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഷോർട്സിന് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞില്ലല്ലോ, അതുകൂടെ പറഞ്ഞുതരാം. ഷോർട്സ് നമ്മളൊരു ലോങ് ടൈം വീഡിയോ ചെയ്യുന്നതിന് 10-1 എന്ന് കൂട്ടിക്കോട്ടെ. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ 1,00,000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അതിന് ഏൺ ചെയ്യാൻ പറ്റും? അതിന്റെ ഏകദേശം 10-1 മീൻസ് 10,00,000 വ്യൂസ് ഒരു മിനിറ്റിന് അടുത്തുള്ള ഒരു ഷോർട്ടിന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഷോർട്സിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതിനേക്കാൾ ഒരു വ്യൂസ് കിട്ടാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ബാലൻസിലേക്ക് പോയിക്കോളാം. എന്നാലും അത്ര അധികം ഏണിങ്സ് ഉണ്ടാവില്ല. അതും ചെറിയ ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഏണിങ്സ് പിന്നെയും കുറയും എന്നുള്ളതാണ്. സോ നിങ്ങൾക്കൊരു ഓവറോൾ വ്യൂ കിട്ടി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി, ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്ത് തരാം. സോ താങ്ക് യു സോ മച്ച്. കുറെ കാര്യങ്ങൾ വിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ബൈ ബൈ.